ഹലോ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പഴയ കാരണന്മാർ പറയില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. കറക്റ്റാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാണ്ടല്ലോ അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു, പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, മേലാൽ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൂ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി. നീതി റോക്സ് എന്ന പേരിൽ ഒരു അക്കൗണ്ടിൽ വന്നൊരു വീഡിയോ ആണത്. മധ്യവയസ്കായിട്ടുള്ള ഒരു സ്ത്രീ മക്കളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ എന്റെ മക്കൾക്ക് ഒരു ഉപദേശം നൽകി, അതോടെ അവർക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ട് ആരും മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് ഗായ്സ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി വീഡിയോ തുടങ്ങുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പഴയ കാരണന്മാർ പറയില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. കറക്റ്റാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാണ്ടല്ലോ അവരെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു, പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, മേലാൽ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൂ, ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുക, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും. അപ്പോൾ അവരെ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് നമ്മൾ നല്ല ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം. ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. അല്ലേ ചേച്ചി, ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? മക്കളുമായി സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിരുന്ന് പറയുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. നിങ്ങളെ മക്കളല്ലേ, വേറെ ആരും ഇല്ലല്ലോ. അമ്മയും മക്കളൊക്കെ ആവുമ്പോൾ ഇടയ്ക്ക് പിണങ്ങും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബന്ധമാണത്. പക്ഷെ നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്തത്? മക്കളുമായി ചെറിയ എന്തോ വഴക്കുണ്ടായപ്പോഴേക്കും മക്കൾ എന്നെ ഉപേക്ഷിച്ച് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്ത് ലോകം മൊത്തം അറിയിച്ച് 4 മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. നിങ്ങളുടെ ഈ പ്രവൃത്തി നിങ്ങളുടെ മക്കളെ എത്രത്തോളം നെഗറ്റീവായി ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ സംഭവം കൈവിട്ട് പോയ പോലെയാണ്. നിങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കൾക്ക് എന്തോ ഉപദേശം കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നല്ല ചേച്ചി പറഞ്ഞത്. അല്ല, ഒരു ഉപദേശം കൊടുത്തപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് ഉപദേശമാണ് അമ്മ മക്കൾക്ക് കൊടുത്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. മക്കൾ എത്രയും കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയാമായിരുന്നില്ല. എന്നാലല്ലേ കാര്യം വ്യക്തമാവുകയുള്ളൂ. സത്യം പറയാലോ, എനിക്ക് ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ അത്ര ജെന്യൂൻ ആയി തോന്നിയില്ല. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയുടെ ബാക്കി കണ്ടു നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട്. അത് കൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ തുച്ഛമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകുന്നില്ല. കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ്. പക്ഷെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും. എന്താണെന്നറിയോ? നമ്മൾ ആർക്ക് വേണ്ടിയും അധികം നമ്മൾ അവരെ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതിനും ഭേദം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അതല്ലേ അത്രേ ഉള്ളൂ ചേച്ചി. നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ്. അതിനിപ്പോ മക്കളാണെങ്കിലും ഒരു പരിധിക്കപ്പുറം അവരുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാനും ഉപദേശിക്കാനും നിൽക്കരുത്. അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. ആ ജീവിതത്തെ കുറിച്ച് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് മക്കളെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഇതിപ്പോ പഴയ കാലമല്ല, പണ്ടത്തെ പോലെയല്ല. മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കുറഞ്ഞു വരികയാണ്. അതിപ്പോ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കടമ മക്കൾക്ക് തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് ഒരു പ്രായത്തിനപ്പുറം മക്കളെ ചിറകിനുള്ളിൽ കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവര് കിട്ടൂല. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാം മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാതെ കുറച്ചൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ചെയ്താൽ പിന്നെ എല്ലാത്തിനും മക്കളെ ആശ്രയിക്കേണ്ടി വരില്ല. ഭാവിയിൽ മക്കൾ അവരുടെ പാട്ടിന് പോയി കഴിഞ്ഞാണെങ്കിൽ വലിയ ദുഃഖവും വരില്ല. അത് മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുക. അതിപ്പോ മക്കൾക്കായാലും ആർക്കായാലും. അതാകുമ്പോ പിന്നീട് അതോർത്ത് റിഗ്രറ്റും വിഷമവും ഒന്നും തോന്നില്ല. എന്തായാലും ബാക്കി കേട്ടോക്കാം. നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഓരോ പാഠങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കും. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരവരെ കാര്യം നോക്കി ജീവിക്കുക. സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും ദൈവം എന്ത് തരുന്നു അത് കൈനീട്ടി സ്വീകരിക്കുക. അതാണ് ജീവിതത്തിലെ ലക്ഷ്യം, വിജയം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നല്ലൊരു ഗുണപാഠമായിരിക്കട്ടെ. എന്താണ്?
ജീവിതത്തിൽ അവരവരുടെ കാര്യം നോക്കി മാത്രം ജീവിക്കുക, ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അപ്പോൾ നമുക്ക് വിജയം താനെ വന്നു ചേരും. ശരിയല്ലേ? ഓക്കെ, ബൈ. എന്തായാലും ഇത്രയും വലിയ വിഷമത്തിനിടയിലും നമ്മുടെ ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയാൻ മറന്നില്ലല്ലോ. അതാണ് മക്കളെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഈ കാര്യത്തിലൊക്കെ എല്ലാവരും ചേച്ചിയെ കണ്ട് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയണമെന്നുണ്ടെങ്കിൽ ചേച്ചി വേറെ ലെവലാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ അത്ര ജെന്യൂനായി തോന്നിയില്ല എന്ന്. അതിനൊരു കാരണമുണ്ട്. മക്കളെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചേച്ചിയുടെ ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹലോ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഫ്രണ്ട്സ് വേണ്ട. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ നിന്നില്ല. ഇന്നലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി, ഇത്ര ദുഷ്ടന്മാരായ ഒരു ആണായാലും പെണ്ണായാലും ഒരു ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ദുഷ്ടന്മാരാണ് ദുഷ്ടന്മാർ. അവരവരെ കാര്യം കഴിഞ്ഞ് നമ്മളെ തള്ളിക്കളി. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ ലോകത്തുള്ളത്. നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമുക്ക് കൂടെ നിൽക്കില്ല. അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫ്രണ്ട്സിനും തിരഞ്ഞെടുക്കാൻ പാടില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് ബിന്ദു, അന്ന് ആർജുണ്ടല്ലോ, അവളെന്നെ ചതിച്ചു. ഒന്ന് സയൂരി എന്ന് പറഞ്ഞ പെണ്ണോ, അവളെന്നെ ചതിച്ചു. ഒന്ന് ഭദ്ര. ഈ 3 പെണ്ണുങ്ങൾ എന്നെ ചതിച്ചോണ്ടിരിക്കുക. ഈ 3 പേരെ ഞാൻ വെറുതെ വിടില്ല. അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. എന്നെ കരയിപ്പിച്ചു, അവർ വിഷമിപ്പിച്ചു. ഇനി ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് എനിക്കില്ല. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. പെണ്ണെന്ന വർഗം പെണ്ണൊരാണെങ്കിലും ദുഷ്ടന്മാരാ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ട, ഫ്രണ്ട്സ് വേണ്ട ഗൈസ്. അത്രയ്ക്ക് വേദനയുണ്ട് എനിക്ക്, മനസ്സിലായോ? എനിക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം. ഈ 3 പെണ്ണുങ്ങൾ ഇന്നലെ നാളെ എന്നെ മനസ്സിലാക്കേണ്ട അവസ്ഥ വരും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ചേച്ചിയുടെ മുഖത്ത് ഇങ്ങനെ ഭാവങ്ങൾ മിന്നി മറിയുകയാണ് അല്ലെ, നവരസങ്ങൾ ഒഴുകുകയാണ്. പക്ഷെ അത്രയും നേരം ഫുൾ കലിപ്പും സങ്കടവും ഒക്കെ കാണിച്ചിട്ട് അവസാനം വീഡിയോ നിർത്താൻ വേണ്ടി ഫോൺ എടുത്തപ്പോ ഭാവങ്ങളെല്ലാം സ്വിച്ച് ഇട്ട പോലെ ഓഫായി. വീഡിയോയുടെ അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടി അഭിനയിച്ച ഭാഗങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് അർത്ഥം. ഒറിജിനൽ ആണെങ്കിൽ അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുക. അത് മക്കളെ കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും ഒക്കെ ആകുമ്പോൾ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ കഴിയുമല്ലോ. അതുവഴി നല്ല റീച്ച് ഉണ്ടാക്കാനും കഴിയും. അതിനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ മക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴും കൂട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴും അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. വെറുതെ കാർഡടിച്ച് വെടിവെക്കുക മാത്രമാണ് ചെയ്തത്. കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റിയോ ജെന്യൂനിറ്റിയോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന പോലെ. അല്ല, ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോ ഈ ചേച്ചി പറയുന്നതൊക്കെ ജെനുവിൻ ആണെങ്കിലും അതെല്ലാം വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിൽ ഇടുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. മക്കളോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും അവരോട് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഇങ്ങനെ അവരുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ട് നാറ്റിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.